ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ മഹാദൈവം കുടുംബജീവിതം സ്ഥാപിക്കുന്ന ഒരു അനുഗ്രഹീത ഭാഗമാണ്. അവിടെ ഇങ്ങനെ 18-ാം വാക്യത്തിൽ തുടങ്ങുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായിരിക്കുന്ന ഒരു തുണയെ വേണം. അത് ഞാൻ ധ്യാനിച്ചപ്പോൾ ഈ പകൽ ഇവിടെ 3 കൂട്ടരുണ്ട്. ഇത് 3 കൂട്ടർ. ഒന്ന്, ഇന്ന് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ജിബിനും മേഴ്സിമോളും. 2, കുടുംബജീവിതത്തിലേക്ക് ഇനിയും ഇങ്ങനെ ഒരു അവസരം എന്നാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന് കാത്തിരിക്കുന്ന യുവതി-യുവാക്കൾ ഈ ഹോളിനകത്തിരിപ്പുണ്ട്. മാത്രമല്ല, 3-മതൊരു കൂട്ടർ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 10, 20, 25, 30, 40, 50 വർഷങ്ങളൊക്കെയായ അനവധി പ്രിയപ്പെട്ടവരിപ്പുണ്ട്. ഇന്ന് പകലിൽ ഞാൻ ആ വാക്യത്തിൽ കൂടെ ദൈവം എനിക്ക് പ്രകാശിപ്പിച്ച ഒരു ആത്മീയ വെളിപ്പാട് ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കർത്താവിൻ്റെ കൃപയെ ശരണപ്പെടുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ വചനം ധ്യാനിച്ചപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യം, അതിങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് കണ്ടിട്ട് തക്കതായൊരു തുണ. അപ്പോൾ ഇത് രാവിലെ എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരും വ്യക്തമായി കേൾക്കേണ്ട ഒരു ദൂത് അതിനകത്തുണ്ട്. അത് പകൽ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ലോകമാണിത്. നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ലോകമാണ്. നമ്മുടെ ബന്ധുക്കൾ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ അതിനകത്ത് മഹാദൈവം ആഗ്രഹിക്കുന്ന മഹത്വവാനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഉയർന്നു വന്ന മനുഷ്യനെ പറ്റിയുള്ള വലിയൊരു കരുതൽ ആ വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനും നിങ്ങളും ഏകരായിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മഹത്വവാനായ ദൈവം. കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? പ്രിയപ്പെട്ട മേഴ്സിയും പ്രിയ ജീവനും ഏകരായിരിക്കാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ ഈ പകൽ കൂട്ടി യോജിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഏകനായിരിക്കാൻ അനുവദിക്കാത്ത ഒരു മഹത്വവാനായ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും വഴികൾ തുറക്കപ്പെടും. അപ്പോൾ തന്നെ കുടുംബജീവിതത്തിനകത്ത് പ്രവേശിച്ച പ്രിയപ്പെട്ട ഭാര്യ ഭർത്തൃക്കന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. ഭാര്യ ഉണ്ടായിട്ടും ഭർത്താവ് ഉണ്ടായിട്ടും ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ? ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. കരുതേണ്ടതുപോലെ കരുതാൻ ഭർത്താവിന് കഴിയുന്നില്ല. കൂടിയിരിക്കേണ്ടതുപോലെ ഇരിക്കാൻ ഭർത്താവിന് കഴിയുന്നില്ല. ഭാര്യയെ പറ്റി പറയുന്നവരുണ്ട്, അവൾ എന്നെ കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം ഭാര്യ സ്നേഹിച്ചില്ലേലും ഭർത്താവ് സ്നേഹിച്ചില്ലേലും കരുതുന്ന ഒരു മഹത്വവാനായ ദൈവം, സർവശക്തനായ ഒരു യേശു തമ്പുരാനെ ഞാൻ ഈ വിവാഹവേദിയിൽ പരിചയപ്പെടുത്താം. അതുകൊണ്ട് എബ്രായ ലേഖനത്തിലൊരു വാക്യം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അതുകൊണ്ട് ഈ പകൽ നമ്മോടുകൂടെ എല്ലാ നാളും കൂടിരുന്ന് നമുക്ക് ആശ്വാസമായി മാറുന്ന ഒരു മഹത്വവാനായ ദൈവം. 2-മത്തെ ഒരു ചിന്ത, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവം കണ്ടിട്ട് മനുഷ്യനേക്കാൾ മുമ്പ് ദൈവം സൃഷ്ടിച്ച ഒത്തിരി സൃഷ്ടിജാലങ്ങളുണ്ട്. പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് ഏകനായിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് ഈ സകല പക്ഷികളെയും മൃഗങ്ങളെയും കൂട്ടിവരുത്തി അങ്ങനെ മുമ്പിലേക്ക് വരുത്തിയിരിക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെ മനുഷ്യന്റെ മുമ്പിലേക്ക് മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കൊണ്ടുവന്നപ്പോൾ മനുഷ്യൻ ഇവയ്ക്ക് എന്തു പേരിടും എന്ന് കാണാൻ ദൈവം സൂക്ഷിച്ചു നോക്കി. അവൻ എല്ലാറ്റിനും പേരിട്ടു. പക്ഷെ അടുത്തൊരു വാക്യം, അതിൻ്റെ അകത്ത് ഒരു തുണയെയും മനുഷ്യൻ തെരഞ്ഞെടുത്തില്ലെന്നുള്ളതാ. ഒരു സ്തോത്രം പറയാൻ കഴിയുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്തെല്ലാം കാര്യങ്ങൾ മുമ്പിൽ വന്നു, എന്നിട്ടും അതിനകത്തൊരു തുണയെ തെരഞ്ഞെടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, മുമ്പിൽ പല കാര്യങ്ങളും, വിദ്യാഭ്യാസമുള്ളതും സൗന്ദര്യമുള്ളതും പണമുള്ളതും സമ്പത്തുള്ളതും നല്ല വീടുള്ളതും ഒത്തിരി സ്ഥാനങ്ങളും പദവികളുമുള്ള പലരും മുമ്പിൽ വരും. പക്ഷേ അതിനെയൊന്നും തുണയായി തെരഞ്ഞെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാണ് അവിടെ കാണുന്നത്. മൃഗങ്ങളും പക്ഷികളുമെല്ലാം മുമ്പിലോട്ട് വന്നിട്ട് പേരിട്ട് വിട്ടതേ ഉള്ളൂ. ഒന്നിനെയും തുണയായി എടുക്കാൻ ആദം ആഗ്രഹിച്ചില്ല.
ആ സമയത്ത് ദൈവം സന്തോഷിച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആദാമിന് ഒരു വലിയ ഗാഢനിദ്ര വരുത്തിയിട്ട് ആ ആദാമിന്റെ വാരിയിൽ നിന്നൊരു വാരിയൽ എടുത്തിട്ട് അതിന് മാംസം പിടിപ്പിച്ച് ഒരു തുണയായ ഒരു സ്ത്രീയാക്കി ആദമിന് കൊടുത്തു. ആദം ഉറക്കം ഉണർന്നപ്പോൾ കാണുന്നത് മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ്. ദൈവം കൂട്ടിച്ചേർത്ത് കൊടുത്തത് കൊണ്ട് ആദാം പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക. ആ ഭാഗം പറഞ്ഞ് 2-ാം അധ്യായം അവസാനിക്കുന്ന ഉടനെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതല്ല, അതിനേക്കാൾ ഉപരിയായൊരു വെളിപ്പാടുണ്ട് അതിനകത്ത്. എന്നിട്ട് അവിടെ ഇങ്ങനെ പറയുന്നത്, മനുഷ്യൻ ഇരുവരും നഗ്നരായിരുന്നു, പക്ഷേ നാണം തോന്നിയില്ലെന്ന്. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ നഗ്നത ഉണ്ടാകാൻ കാരണം ഇല്ലായ്മയാണ്. വസ്ത്രമില്ലായ്മയാണ് നാണം തോന്നാനുള്ള കാരണം. പക്ഷേ ദൈവം ചേർത്ത കുടുംബമായതുകൊണ്ട് ആ ഇല്ലായ്മയുടെ അവസ്ഥയ്ക്കകത്തും ആ സാഹചര്യത്തിലും അവർക്ക് എന്തു തോന്നിയില്ലെന്നറിയാമോ? ലജ്ജ തോന്നിയില്ല, നാണം തോന്നിയില്ല. അവരാ കുടുംബജീവിതം സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നെ അവർക്ക് ലജ്ജ തോന്നിയത് എപ്പോഴാണെന്നറിയാമോ? ദൈവാലോചന വിട്ടിട്ട്, ദൈവത്തിന്റെ ആലോചന വിട്ടിട്ട് സാധാന്യ ആലോചനയ്ക്ക് ചെവി ചായച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ പ്രശ്നം ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളോട് ആത്മനിയോഗത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സന്താപത്തിലും സന്തോഷത്തിലും സകല വേളയിലും കർത്താവായ യേശു തമ്പുരാനെ പൂർണ്ണമായി സാക്ഷി നിർത്തിക്കൊണ്ട്, ആ കർത്താവിന് നല്ലൊരു സ്ഥാനം കൊടുത്തുകൊണ്ട്, ആ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മ വരും. എന്നും സമൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ പറയത്തില്ല, എന്നും സമ്പത്തുണ്ടായിരിക്കും, എന്നും സന്തോഷമായിരിക്കുമെന്ന് ഞാൻ പറയത്തില്ല. സന്തോഷവും ദുഃഖവും പ്രയാസവും ഒക്കെ വരുന്ന വേളയിൽ കർത്താവാണ് നിങ്ങളുടെ കുടുംബത്തെ പണിയുന്നതെങ്കിൽ അതൊന്നും നിങ്ങളെ ഏശാതെ കടന്നു പോകുവാനായിട്ട് ഇടയാവും. പഴയ നിയമത്തിൽ നിന്നും ആ സന്ദേശം പറഞ്ഞിട്ട് പുതിയ നിയമത്തിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. കുടുംബജീവിതത്തെ പറ്റി ഒത്തിരി വെളിപ്പാടുകൾ പുതിയ നിയമത്തിന്റെ അകത്തുണ്ട്. പുതിയ നിയമത്തിന്റെ അകത്ത് പറയുമ്പോൾ ധാരാളം വെളിപ്പാടുകൾ ഉണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് സഭയിലെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടി എഴുതിയൊരു ലേഖനമുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. അത് നിരവധി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ലേഖനമാണ്. അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് വരുന്ന ഉടനെ കുടുംബജീവിതത്തെ പറ്റി പരാമർശിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ദുർനടപ്പ് നിമിത്തം ഒരുത്തന് ഒരു ഭാര്യയും ഒരുത്തിക്ക് ഒരു ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. നോക്കണം, വെളിപ്പാട് അടുത്തൊരു ലെവലിലേക്ക് മാറുക. എന്തിനാ കുടുംബജീവിതം ദൈവം തരുന്നത്? ദുർനടപ്പ് ഉണ്ടാകാതിരിക്കാൻ. ദുർനടപ്പ് ആർക്കും ഉണ്ടാകരുത്? 2 പേർക്കും ഉണ്ടാകരുത്. ഭാര്യയ്ക്കും ഉണ്ടാകല്ല്, അല്ലെങ്കിൽ യുവാവിനും ഉണ്ടാകല്ല്, യുവതിക്കും ഉണ്ടാകല്ല്. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ സ്ത്രീക്കും ഉണ്ടാകല്ല്, പുരുഷനും ഉണ്ടാകല്ല്. ദുർനടപ്പുണ്ടായ പ്രശ്നം എന്താ? ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് ഭൂമിയിൽ ജീവിക്കാം. അതിനും വെളിപ്പാട്, അതിനും ആ വാക്യത്തിൽ മറുപടി പറയുന്നുണ്ട് പൗലോസ് ശ്ലീഹ. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുന്നുടനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. താഴോട്ട് പറഞ്ഞു വരുന്നുണ്ട്, കുറെ പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അതിനകത്ത് പരമപ്രധാനമായി പരാമർശിക്കുന്ന ഒരു പാപമാണ് ദുർനടപ്പ്. ദുർനടപ്പുകാരൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോ ഈ രാവിലെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ആത്മനിയോഗത്തിൽ പറയട്ടെ, നമ്മുടെ ആയുസ് എത്ര എന്നാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 45, 50, 60 കർത്താവിന്റെ വരവ് താമസമാണ്, ഇനിയും താമസിക്കുകയാണ് 80 കിട്ടിയെന്ന് വരാം. പക്ഷേ എന്തിനാ കർത്താവിനെ സേവിക്കാൻ വേണ്ടി ആയിരുന്നിടത്തുനിന്ന് വേർപെട്ട് ഇറങ്ങിയത്? പെന്തിക്കോസിലോട്ട് വന്നതിന്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, സ്വർഗത്തിൽ പോകുക എന്നുള്ളത്. സ്തോത്രം. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുടുംബജീവിതം ഏത് വെളിപ്പാടിൽ നയിക്കണമെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിൽ കുടുംബജീവിതം നയിച്ചാൽ കുടുംബജീവിതവും തന്നെയാവും, 2 പേര് സ്വർഗത്തിലും പോകും. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിൽ കുടുംബജീവിതം നയിച്ച 2 പേര് സ്വർഗത്തിലും പോകും, 2 പേരും സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാടിൽ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഞാൻ വേഗം എൻ്റെ സന്ദേശത്തിന് അടിവരയിടുകയാ. യേശു തമ്പുരാൻ പരസ്യ ശുശ്രൂഷ വേളയിൽ തൻ്റെ പരമപ്രധാനമായിരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്, ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന അനുഗ്രഹീതമായ പ്രഭാഷണം. അതിന്റെ 6-ാം അധ്യായത്തിന് ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞു വരുന്ന ഉടനെ ഇങ്ങനെ പറയും, മുമ്പേ
അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ചിലർ പറയാറുണ്ട് സകലതുമെന്നല്ല, ഇതൊക്കെയും എന്തൊക്കെയാ? ഉണ്മാന്, ഉടുക്കാന്, കുടിക്കാനുള്ളത്. ദൈവരാജ്യ വെളിപ്പാടിന്റെ അകത്ത് ഉണ്മാനുള്ളതുണ്ട്, കുടിക്കാനുള്ളതുണ്ട്, ധരിക്കാനുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പൊ ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിനകത്ത് സകല അനുഗ്രഹങ്ങളുമുണ്ട്. കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? സ്വർഗത്തിൽ എനിക്കും മേഴ്സിക്കും പോകണം എന്നുള്ള ആ ഒരു വലിയ ധൈര്യത്തോടെ ജീവനും മേഴ്സിയും വളരെ ആത്മാർത്ഥതയോടെ കുടുംബജീവിതം നയിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാകും. രണ്ടുപേരും ദൈവരാജ്യത്തെത്തുകയും ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ വേഗം അവസാനിപ്പിക്കുക. ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാക്കൂടെ പറയാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാൻ ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതിങ്ങനെ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്നുവരെയും ആരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹവേദിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ, അന്ത്യനാൾ അടുത്തിരിക്കുക. ലോക സംഭവങ്ങൾ മുഴുവൻ അത് വിളിച്ചു പറയുന്നുണ്ട്. അന്ത്യനാൾ അടുത്തിരിക്കുമ്പോൾ ആത്മപൂർണതയോടെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ, എൻ്റെ ശ്രോതാക്കളോട് ആത്മാവിൽ ഞാൻ പറയാം, ദൈവരാജ്യത്ത് പോകാൻ ഏക വഴി, ഒറ്റ വഴി, മറ്റൊരു വഴിയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ എൻ്റെ യേശു മാത്രമാണ് ഏക വഴി. സ്വർഗത്തിൽ പോകാൻ ആ യേശുവിലേക്ക് കടന്നു വരാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് പകൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ക്രിസ്തുവിൽ ധന്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സഭയുടെയും സകല ആശംസകളും അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇരുന്നു കൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.